അവിടുത്തെ മാള് കയറണം. മാള് കയറുമ്പോൾ ആ സ്ഥലത്തിൻ്റെ ഒരു ലെവൽ മനസ്സിലാവുള്ളൂ. എഴുതിയേക്കുന്നുണ്ട് സ്വീഡിഷ് പ്രീമിയം ബർഗേഴ്സാണ്. ഇമാരത്തെ പഴയ പെട്ടി ട്രാമൊക്കെ ഉണ്ട് ഇവിടെ കണ്ടോ. ഹാപ്പിയിൽ ആൾക്കാരെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു. അയ്യോ, ഓൾഡ് ടൗൺ അല്ലേ, ആ ഒരു സ്റ്റോപ്പാണ് സംഭവം. ബസ് ബൈര എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടുത്തെ ഒരു മെയിൻ കടയാണ്. നമ്മളെ ആ ഒരു ക്വാളിറ്റി ഇന്നലെ എനിക്ക് കിട്ടിയത്. ഇവിടുത്തെ നല്ല ക്വാളിറ്റി ആയിരുന്നു. അത്യാവശ്യം അവകാഡോ ഒക്കെ വെച്ചിട്ട് നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ഹേയ് ഗൈസ്, ദിസ് ഇസ് ജിൻ ജാങ്കോ ഹിയർ. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് സ്റ്റോക്ക്ഹോമിൽ തന്നെയാണ്. സ്റ്റോക്ക്ഹോമിൽ നമ്മളെ മ്യൂസിയംസിൻ്റെ ഒക്കെ ഒരു ഏരിയ ഉണ്ട്. ആ ഒരു ഏരിയയിലാണ്. അതായത് വാസ മ്യൂസിയം, അതുപോലെ തന്നെ സ്പിരിറ്റ്സ് മ്യൂസിയം, അതുപോലെ വൈക്കിംഗ് മ്യൂസിയം, അങ്ങനെ പല പല മ്യൂസിയംസുള്ള ഏരിയയാണ്. അപ്പോൾ നമ്മളിപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ സിറ്റി സെൻറ്ററിൻ്റെ ഭാഗത്തോട്ടേക്ക് പോവാണ്. അതായത് കുറച്ച് ഇവിടുത്തെ മാളുകളൊക്കെ ഒന്ന് കയറാമെന്ന് വിചാരിച്ചു സംഭവം. അതായത് ഇവിടുത്തെ ഒരു ടൗൺ ഏരിയയിലോട്ട് പോയിട്ട് അതൊരു പോയില്ല. ഇങ്ങനത്തെ അതായത് നമ്മളെ ഓൾഡ് ടൗണും അതുപോലെ തന്നെ നമ്മുടെ ആ ഫുഡ് സെൻറ്ററും പിന്നെ ഇങ്ങനത്തെ മ്യൂസിയം ഏരിയാസൊക്കെ ചുമ്മാ കവർ ചെയ്യായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുത്തെ ടിക്കറ്റ് ഞാൻ 24 hours ടിക്കറ്റ് മേടിച്ചിട്ടുണ്ട്. ആ ടിക്കറ്റ് എടുത്തിട്ട് ഇനി ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ എനിക്ക് കറങ്ങാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നാളെ ആ ടിക്കറ്റ് 24 hours ഉണ്ട്. നാളെ എനിക്കിപ്പം എയർപോർട്ട് പോകുന്നവരെ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പം ഇനി ബസ് സ്റ്റോപ്പ് തപ്പി അടക്കം അങ്ങോട്ട് പോവാണ്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഈ മറ്റേ ഏരിയ ആണ്. അതായത് ഇങ്ങോട്ട് നടന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടവരാണെന്നുണ്ടെങ്കിൽ അറിയാം, ആ വഴി ഒരു കവാടം വഴി കയറിയിട്ട് ഈ മ്യൂസിയത്തിൻ്റെ ഏരിയയിലോട്ട് വന്നൊരു ഏരിയ ആണ് സംഭവം. അപ്പോൾ ഇനി നമ്മൾ ഇതിലൂടെ തന്നെ പുറത്ത് ഇറങ്ങിയിട്ട് ഇനിയിപ്പം ബസ് പോകുന്നു. ബസ്സും ട്രാമൊക്കെ ഫ്രണ്ടിലൂടെ നേരത്തെ പോകുന്നുണ്ടായിരുന്നല്ലോ. 7ാം നമ്പർ ബസ്സോ ട്രാമോ എടുത്തിട്ട് പോവാനാണ് ഞാൻ ജമിനായിനോട് വെച്ചപ്പോൾ ജമിനായി പറയുന്നത്. അപ്പോൾ എന്തായാലും നോക്കാം ഗൈസ്. ഞാൻ ഈ റോഡിൻ്റെ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ഇവിടെ വേറെ ബയോളജിസ്ക മ്യൂസിയം, അതായത് എന്തോ ബയോളജിക്കലായിട്ടുള്ള എന്തോ മ്യൂസിയമാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം ബയോളജിക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ മ്യൂസിയത്തിൽ വന്ന് കാണാം സംഭവം. ഇവിടെ എന്തോ അതിന് പ്രധാനപ്പെട്ട എന്തോ പരിപാടികളൊക്കെ തോന്നുന്നുണ്ട്. ഞാൻ ഇതിനെക്കുറിച്ച് നോക്കിയില്ല, ഞാൻ വിട്ടുപോയി. ഇങ്ങനൊരു മ്യൂസിയം ഉള്ളതിനെ മറന്നുപോയി സംഭവം. ആക്ച്വലി ഇത് മ്യൂസിയത്തിൻ്റെ ഒരു ഏരിയയാണ്. അങ്ങോട്ടേക്ക് ആ ഒരു വഴിയിലേക്ക് കയറിപ്പോയിട്ടാണ് ബാക്കിയുള്ള മ്യൂസിയംസ് ഉള്ളത്. പക്ഷേ അതിന് വിപരീതമായിട്ട് എൻ്റെ പുറത്ത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് ഈ മ്യൂസിയം ഇരിക്കുന്നത്. ഇതല്ലാതെ വേറെ മ്യൂസിയം ഉണ്ട്. ആബ മ്യൂസിയം എന്ന് പറഞ്ഞൊരു മ്യൂസിയം ഉണ്ട്. അതായത് പഴയ ഒരു മ്യൂസിക്കൽ ഇതൊക്കെ ഉണ്ടല്ലോ, പഴയ ഒരു അതായത് ഒരു 80s 70s മ്യൂസിക് ഒക്കെ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഒരു അവശേഷിപ്പുകൾ വെച്ചുകൊണ്ടുള്ള ഒരു സംഭവം മ്യൂസിയംസും അങ്ങനെ ഒരു മ്യൂസിയം ഉണ്ട്. അപ്പോൾ മ്യൂസിയം പക്ഷേ ഞാൻ ഈ ഏരിയയിൽ എനിക്കൊന്ന് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോയാൽ അങ്ങോട്ടേക്കും കണ്ട് പോയാലേ ആണെന്ന് തോന്നുന്നുണ്ട് ആ മ്യൂസിയം ഉള്ളത്. പക്ഷേ എന്തായാലും മ്യൂസിയം ഞാൻ കയറുന്നില്ല, എനിക്ക് ഇൻട്രസ്റ്റും ഇല്ല. അപ്പം ഇൻട്രസ്റ്റ് ഇല്ലെന്നാലും ഇൻട്രസ്റ്റ് ഉണ്ട്, പക്ഷെ ഇപ്പോൾ കയറുന്നില്ല ഞാൻ എന്തായാലും ഈ ഒരു ട്രിപ്പിൽ. ഇതിന് മ്യൂസിയവും ഇതൊക്കെ കാണാനായിട്ട് വേറൊരു ട്രിപ്പ് ഞാൻ എന്തായാലും പ്ലാൻ ചെയ്യുന്നുണ്ട്. ഗൈസ്, ഇമാരത്തെ പഴയ പെട്ടി ട്രാമൊക്കെ ഉണ്ട് ഇവിടെ കണ്ടോ. പഴയ പുരാതനമായിട്ടുള്ളൊരു ഏൻഷ്യൻ വൈബ് തരുന്ന ട്രാമൊക്കെയാണ് ഉണ്ട് സംഭവം. ഇങ്ങോട്ട് വരുന്ന ട്രാം ഏതാണെന്നറിയില്ല, പക്ഷേ കണ്ടോ. പക്ഷെ അത് തിങ്ങി നിറഞ്ഞ പോകണം, നിറച്ചോ ആൾക്കാരുണ്ട് അതിനകത്ത്. ഗൈസ്, ഞാൻ ബസ്സിൻ്റെ അകത്ത് കയറി. ബസ്സിൻ്റെ അകത്താണ്. ഇപ്പം എത്തും. വലിയ ദൂരമൊന്നുമില്ല, നടക്കാനുള്ളത് 2 കിലോമീറ്റർ ആയിരുന്നു. പക്ഷേ എനിക്ക് വയ്യ, എനിക്ക് നടക്കാൻ. കുറേ നടന്ന ഇനി നടത്തുമില്ല, ഇനി മൊത്തം ബസ്സും വണ്ടിയും മാത്രം. യെസ് ഗൈസ്, അങ്ങനെ ഞാൻ മാളിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇങ്ങനെ ബസ്സൊക്കെ കയറി ഇവിടെ എത്തി. ഇനിയിപ്പം അകത്തോട്ട് കയറട്ടെ. സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് വരുമ്പോൾ അവിടുത്തെ മാള് കയറണം. മാള് കയറുമ്പോൾ ആ സ്ഥലത്തിൻ്റെ ഒരു ലെവൽ മനസ്സിലാവുള്ളൂ. നമ്മളെ നാട്ടിൽ കയറിയുള്ള മാളുകൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ, പിന്നെ മാളും അതുപോലെ തന്നെ ഇവരുടെ സെൻട്രൽ മാർക്കറ്റും. അപ്പം റിഗേല സെൻട്രൽ മാർക്കറ്റിൽ കയറിയാൽ അറിയാൻ പറ്റും ഓക്കെ അതിൻ്റെ ലെവൽ. ഇവിടുത്തെ സെൻട്രൽ മാർക്കറ്റിൽ കയറിയാൽ അറിയാൻ പറ്റും ഇവിടുത്തെ ലെവൽ. അപ്പോൾ അങ്ങനെ നേരത്തെ ഞാൻ പോയിരുന്നില്ല. അപ്പോൾ അങ്ങനെ ആ ഒരു രാജ്യത്തിൻ്റെ ലെവൽ നമുക്കറിയാൻ പറ്റും ഒരു മാർക്കറ്റ് കാണുമ്പോൾ. മാള് കുറച്ചുകൂടി സഫസ്റ്റിക്കേറ്റഡ് ആയിരിക്കും, പക്ഷെ എന്നാലും ഡിഫറൻസ് ഉണ്ടാവും. അങ്ങനെയാണ് എൻ്റെ ഒരു വീക്ഷണകോണകം ഗൈസ്. അപ്പോൾ ഞാൻ അകത്തോട്ടേക്ക് കയറുവാണ്. അതാണ് എൻട്രൻസ്. ഓ, സംഭവം മനസ്സിലായോ? സംഭവം നമ്മൾ നേരത്തെ വന്നില്ലേ, ഞാൻ പറഞ്ഞില്ലേ രാവിലത്തെ വ്ളോഗിൽ, അതായത് മുമ്പത്തെ വ്ളോഗല്ല അതിൻ്റെ മുമ്പത്തെ വ്ളോഗിൽ ഞാൻ പറഞ്ഞ ആ സ്ഥലമാണ് ഈ ഗാലറി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടൊക്കെ തന്നെ തിരിച്ചു വന്നത്. അതായത് എൻ്റെ ഹോസ്റ്റലിൻ്റെയൊക്കെ അടുത്തായിട്ടുള്ള സംഭവം ഞാൻ പറഞ്ഞില്ലേ, ഒരു സാഫല്യം കോംപ്ലക്സോ KV കോംപ്ലക്സോ പോലുള്ളൊരു സെറ്റപ്പ്, അത് തന്നെ അങ്ങോട്ടേക്ക് വന്നത്. പക്ഷേ എന്തായാലും വന്നാൽ നന്നായി. ഞാൻ രാവിലെ ആയിരുന്നു വന്നത്, മൊത്തം ഓപ്പൺ അല്ലായിരുന്നു. ഇപ്പം അത്യാവശ്യം ആൾക്കാരൊക്കെ വന്ന് തിരക്കൊക്കെ കൂടി സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി മുകളിലോട്ടൊക്കെ ഒന്ന് പോയി നോക്കാം ഗൈസ്. ആക്ച്വലി ഇതിനകത്ത് ഐക്യ ഉണ്ടായിരുന്നു സംഭവം ഈ ഗാലറിക്കകത്ത്. നേരത്തെ രാവിലെ വന്നായിരുന്നല്ലോ. ഈ ഐക്യ എന്ന് പറയുന്നത് ആക്ച്വലി സ്വീഡിഷ് കമ്പനിയാണ്, സ്വീഡിഷ് ബ്രാൻഡാണ്. അപ്പോൾ അതിൻ്റെ ആസ്ഥാനത്ത് സ്വീഡനിൽ വന്നിട്ട് ഐക്യയിൽ കാണുവാണ് നമ്മൾ.
അപ്പോൾ എന്തായാലും ഐക്യയുടെ അകത്തോട്ട് കയറി നോക്കാം. ഇത് ഐക്യ സിറ്റി എന്നങ്ങാണ്ടാണ് ഇതിൻ്റെ പേര്. കണ്ടോ, ഇങ്ങനെയാണ്. ഓക്കെ, ഇത് ഫുഡ് സെക്ഷനാണ് ഐക്യയുടെ. ഒരു മറ്റേ വലിയ ഐക്യയുടെ മിനി വെർഷനാണെന്ന് തോന്നുന്നുണ്ട്. അതായത് നമ്മുടെ റിലയൻസ് ഒക്കെ ഉണ്ടല്ലോ, റിലയൻസിലൊക്കെ സ്മാർട്ട് ബസാറും സ്മാർട്ട് പോയിൻറ്റും ഉണ്ടാവാറുണ്ടല്ലോ, അതുപോലെ ആയിരിക്കും ഐക്യ സിറ്റിയും പിന്നെ നോർമൽ ഐക്യ വലിയ ഐക്യയും. അപ്പോൾ അത് ജസ്റ്റ് ഒരു മാളിൻ്റെ അകത്ത് ഉണ്ടാകുന്നൊരു ചെറിയ സെറ്റപ്പ് ഉണ്ടോ, ക്യാൻഡിൽസും പരിപാടികളൊക്കെ ആയിട്ട്. അങ്ങനെ നമ്മൾ ഐക്യയുടെ ആസ്ഥാനത്ത് വന്ന് ഐക്യയിൽ കയറിയിരിക്കുകയാണ് ഗൈസ്. താഴത്ത് കുറച്ചുകൂടെ ഐറ്റംസ് ഉണ്ട്, മുകളിൽ മാത്രമായിട്ടുള്ള താഴെയുണ്ട് കുറച്ച് ഐറ്റംസ്. അതായത് നമ്മൾ നോർമൽ ഐക്യയിൽ കാണാറുണ്ടല്ലോ, അങ്ങനെ റൂം പോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതിനകത്ത് നിന്ന് ഇഷ്ടമുള്ള എടുക്കാൻ പറ്റുന്ന അതിൻ്റെ ഒരു മിനി വെർഷനാണെന്ന് തോന്നുന്നുണ്ട് അങ്ങനെ കാണുന്നത്. ഇവിടെ കണ്ടോ ഗൈസ്, അത് തന്നെ ആ സംഭവം തന്നെ ഞാൻ പറഞ്ഞു, റൂം പോലെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അതിൻ്റെ അകത്ത് കണ്ടോ, അങ്ങനെയാണ് ഗൈസ്. അത് തന്നെ നോർമൽ ഐക്യം, നമ്മൾ കാണുന്ന നോർമൽ ഐക്യം തന്നെ, അതിൻ്റെ ഒരു മിനി വേർഷൻ എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ എനിക്ക് തോന്നുന്നത്. ഗൈസ്, ഞാൻ അവിടുന്ന് നേരെ അടുത്ത് ഇവിടെ എൻ്റെ ഹോസ്റ്റലായതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വന്ന് കുറച്ച് നേരം ഇവിടെ റെസ്റ്റ് എടുത്ത് ഇനിയിപ്പോൾ ഞാൻ തിരിച്ച് പോവാണ് പുറത്തോട്ട്, ഇങ്ങോട്ടെങ്കിലൊക്കെ പോകാമെന്ന് ഇരിക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഹോസ്റ്റൽ, ഇതാണ് റൂമുകൾ. ഇതിൻ്റെ 9 നമ്പർ റൂമാണ് എൻ്റേത്. അപ്പോൾ ഇനിയിപ്പം എന്തായാലും മുകളിലോട്ട് പോവാം, മുകളിലോട്ടല്ല പുറത്തോട്ട് പോവാം, ഇങ്ങോട്ടെങ്കിലൊക്കെ ഇറങ്ങാമെന്നുള്ള സെറ്റപ്പിൽ വിചാരിക്കുന്നു. ഒന്നില്ലെങ്കിൽ ഓൾഡ് ടൗണിലോട്ട് പോകും, അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു വണ്ടി കയറിയിട്ട് എങ്ങോട്ടെങ്കിലും പോകുക എന്നുള്ളൊരു പ്ലാനിലാണ് നിൽക്കുന്നത്. ശരി, ഇറങ്ങാം ഗൈസ്. അപ്പോൾ ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് അടുത്തുള്ള ഒരു ട്രാം സ്റ്റോപ്പിൽ വന്ന് നിൽക്കുകയാണ്. ട്രാം വരുമ്പോൾ അതിൻ്റെ അകത്ത് കയറിപ്പോയിട്ട് നല്ല കിടിലൻ സ്ഥലം കാണുകയാണെങ്കിൽ അവിടെ ഇറങ്ങാമെന്നുള്ളൊരു പ്ലാനിലാണ് ഞാൻ നിൽക്കുന്നത്. അത് നമ്മുടെ റൂമിൻ്റെ അടുത്ത് തന്നെ നേരത്തെ രാവിലെ വന്നായിരുന്ന ഒരു സ്ഥലമാണ്. അതായത് ഫസ്റ്റ് വ്ളോഗിൽ രാവിലത്തെ രണ്ടാമത്തെ വ്ളോഗിൽ, സ്വീഡൻ്റെ രണ്ടാമത്തെ വ്ളോഗിൽ വന്നിട്ടുള്ള ആ ഒരു ഏരിയയാണ്. അപ്പുറത്ത് നമ്മൾ വാട്ടർ ഫോളും ഫൗണ്ടെയിനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, അത് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. ആ വീഡിയോ കണ്ടില്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടത് വരാം. അപ്പോൾ ഇത് അവിടെയാണ് നിൽക്കുന്നത്, അവിടുത്തെ ട്രാം. അതായത് സെൻട്രൽ ടി എന്ന് പറഞ്ഞൊരു സ്റ്റേഷനാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് കടകളൊക്കെ ഉണ്ട് കേട്ടോ, സംഭവം അത്യാവശ്യം ഇവിടെ കടകളൊക്കെ കാണുന്നുണ്ട്. പ്രസ് ബൈര എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടുത്തെ ഒരു മെയിൻ കടയാണ്. നമ്മളെ ഒരു ചെറിയ എല്ലായിടത്തും കാണാൻ പറ്റുന്ന ഒരു ചെറിയ ചെറിയ കടകളുണ്ട്. അപ്പം നമ്മൾ റീഗയിലാണെന്നുണ്ടെങ്കിൽ നാർവസൺ എന്ന് പറഞ്ഞ കട ഉണ്ട്, അതുപോലൊരു സെറ്റപ്പാണ്. നമ്മുടെ നാട്ടിലൊരു മിൽമ ബൂത്തൊക്കെ പോലെ എല്ലായിടത്തും എല്ലാ സാധനം കിട്ടുന്ന, അങ്ങനെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ കിട്ടുന്നൊരു ടൈപ്പ് ഒരു കടയാണ് പ്രസ് ബൈര എന്ന് പറയുന്നത്. പിന്നെ അവിടെ അത്യാവശ്യം ഫുഡിൻ്റെ കടകളൊക്കെ ഉണ്ട്. അതാ സ്റ്റൈലം സിറ്റി ഫുഡ് ഹാൾ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമൊക്കെ കാണുന്നുണ്ട്. എന്തായാലും ഒരു നല്ലൊരു വൈബ് കിടില ഏരിയ തന്നെയാണ് സംഭവം ഇത് കാണുന്നത്. എന്തായാലും ഇനിയിപ്പം അടുത്ത ട്രാമിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാണ്. സത്യം പറഞ്ഞാൽ ഞാനൊരു ട്രാമിൽ കയറി, ആ ട്രാമിൽ കയറി കറങ്ങി ഇങ്ങനെ വന്ന് സംഭവം വെച്ചിട്ട് നമ്മൾ പോയ വഴി തന്നെയായിരുന്നു സംഭവം. അത് മ്യൂസിയത്തിൻ്റെ ഏരിയയും അതൊക്കെ തന്നെ ആയിരുന്നു സംഭവം. അതിലേനെ കറങ്ങി വരുമായിരുന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്ത് തിരിച്ചിവിടെ വന്ന് തിരിച്ച് കയറിയ സ്ഥലത്ത് തന്നെ വന്ന് ഇറങ്ങിയപ്പോൾ ഇവിടെ ഒരു മെട്രോ സ്റ്റേഷൻ കണ്ട്. അപ്പം മെട്രോ സ്റ്റേഷനിൽ കയറിയിട്ടൊന്ന് അങ്ങോട്ട് പോയി നോക്കിയാലോ വിചാരിച്ച്. എന്തായാലും മെട്രോയും കൂടി എക്സ്പീരിയൻസ് ചെയ്യാമല്ലോ, ഈ ടിക്കറ്റിൽ ഇതെല്ലാം കൂടി ചെയ്യാൻ പറ്റും. അപ്പം പറ്റുന്ന മാക്സിമം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യപ്പെടുത്ത ഓരോ പബ്ലിക് ട്രാൻസ്പോർട്ടും ആൾക്കാർ പോകുന്നതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാനിത് അവിടെ മെട്രോ സ്റ്റേഷനിൽ വന്നതാണ്. കണ്ടോ, അണ്ടർഗ്രൗണ്ടാണ് കണ്ടോ സംഭവം. ഒരു മെട്രോ പോയി നോക്കട്ടെ, അടുത്ത മെട്രോ വരുമ്പം കയറാമെന്ന് വിചാരിക്കുന്നത് ഞാൻ. അപ്പോൾ അങ്ങനെയാണ്. ഇത് ശരിക്കും സിനിമയിലൊക്കെ കാണുന്ന ആ ഒരു സെറ്റപ്പ് തന്നെ, അണ്ടർഗ്രൗണ്ടിലുള്ള ആ ഒരു മെട്രോവും പരിപാടിയും ഇതൊക്കെ തന്നെ. അപ്പോൾ ഒരു മെട്രോ വന്നിട്ട് ഇതിൻ്റെ അകത്ത് കയറാം. അതായത് കയറി അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് തിരിച്ച് അടുത്ത സ്റ്റോപ്പിൽ നിന്ന് ഇങ്ങോട്ടേക്ക് തിരിച്ച് കയറി വരും. അതാണ് പ്ലാന്. അപ്പോൾ ഇങ്ങനെയാണ് ഗൈസ് മെട്രോ അകത്തിങ്ങനെയാണ്. അങ്ങനെ ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഇനിയിപ്പം അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് കയറി വരാം. ഇതൊക്കെ ഒരു വൈബല്ലേ.
ഒരു സ്ഥലത്ത് വരുമ്പോൾ അവിടുത്തെ എല്ലാം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിരിക്കണം. ഗൈസ് അടുത്ത സ്റ്റോപ്പ് എത്തി, അതായത് ഗാംലസ്ഥാനാണ്, അതായത് നമ്മുടെ ഓൾഡ് ടൗൺ ഇല്ലേ, ആ ഒരു സ്റ്റോപ്പാണ് സംഭവം. പക്ഷേ ഇപ്പോൾ ഇവിടെയാണ് ഓൾഡ് ടൗൺ, ഏത് ഭാഗത്താണ് പോട്ടെ എത്തിയെന്ന് തിരിയില്ല, നോക്കാം. ഗൈസ് അങ്ങനെ കയറിയോടെ തന്നെ തിരിച്ചെത്തി. അങ്ങനെ ആ കിഴപ്പ് കഴിഞ്ഞ് ഇനി അടുത്തത് ഫുഡ് കഴിക്കുന്നുള്ള പ്ലാനാണ്. തിരിച്ച് എസ്കലേറ്റർ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഇനിയിപ്പോൾ ഏതെങ്കിലും റെസ്റ്റോറൻറ്റ് എത്തിയിട്ട് ഇനിയിപ്പോൾ കാണാത്തായാലും ഞാൻ റെസ്റ്റോറൻറ്റിൽ തപ്പി പോവാണ്. ഗൈസ് അങ്ങനെ ഞാൻ ഇവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റിലോട്ട് വന്നതാണ്. ഇവിടെ നമ്മുടെ മെട്രോ സ്റ്റേഷനിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു സൂപ്പർ മാർക്കറ്റാണ്. സംഭവമൊന്നുമില്ല, നോർമൽ സൂപ്പർ മാർക്കറ്റുണ്ട്, പക്ഷേ റേറ്റ് എല്ലാം സെയിമാണ്. ലാറ്റ്വിയയിൽ അതേ റേറ്റാണ് എനിക്ക് തോന്നുന്നത്. ലാറ്റ്വിയയിലാണെങ്കിൽ ശമ്പളം കുറവാണ്, ഇവിടെ ആണെങ്കിൽ ശമ്പളം കൂടുതലാണ്, പക്ഷേ സാധനത്തിന് സെയിം റേറ്റാണ്. ഇതെന്ത് പരിപാടി എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ ലാറ്റ്വിയ നമ്മൾ പറ്റിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഒരു പയ്യനുണ്ടായിരുന്നു, ഫിൻലാൻഡിലെ പയ്യന്, അവൻ പറഞ്ഞായിരുന്നു ഫിൻലാൻഡിൽ ഇതേ റേറ്റ് തന്നെയാണ്, പക്ഷെ അവിടെ സാലറി കൂടുതലാണെന്ന്. അപ്പോൾ ലാറ്റ്വിയയിലെ ആൾക്കാരെ പറ്റിച്ചുകൊണ്ടിരിക്കുകയെന്ന് എനിക്ക് തോന്നുന്നത്. അയ്യോ സംഭവം ഇവിടെ അടുത്തുള്ള മാക്സ് എന്ന് പറഞ്ഞൊരു കട, അതായത് ഒരു മെക്ഡൊണാൾഡ്സിൻ്റെ ഒക്കെ പോലെ എനിക്കൊന്ന് സ്വീഡിഷ് വെർഷനെന്ന് തോന്നുന്നുണ്ട് അതിൻ്റെ. അപ്പോൾ അവിടെ നിന്ന് കഴിക്കാമെന്ന് വെച്ച് ഓർഡർ ചെയ്തൊരു ബർഗറും കോംബോ. എന്തായാലും കഴിച്ചു നോക്കിയിട്ട് പറയാം എങ്ങനെയുണ്ട് കമ്പാരിറ്റീവ്ലി. ഞാൻ ഹെസ് ബർഗർ കഴിച്ചിട്ടുണ്ട്, മെക്ഡൊണാൾഡ്സ് കഴിച്ചിട്ടുണ്ട്, ബർഗർ കിങ് കഴിച്ചിട്ടുണ്ട്. സ്വീഡനിൽ വന്നിട്ട് ആദ്യത്തെ സ്വീഡൻ്റെ ഒരു സാധനം കഴിക്കാൻ തോന്നുന്നു, സ്വീഡിഷ് പ്രീമിയം ബർഗേഴ്സ് എന്നാണ് പറയുന്നത്. നമ്മൾ എഴുതിയേക്കുന്നുണ്ട് സ്വീഡിഷ് പ്രീമിയം ബർഗേഴ്സാണ്. അപ്പോൾ എന്തായാലും നോക്കാം, കഴിച്ച് നോക്കട്ടെ, പ്രീമിയം ആണോ എന്ന് അറിയില്ല. ഗായ്സ് അപ്പോൾ അതൊക്കെ കഴിച്ച് പുറത്തോട്ട് ഇറങ്ങി. സംഭവം നല്ല ബർഗറായിരുന്നു, സംഭവം കമ്പാരിറ്റീവ്ലി നല്ല കിടിലായിരുന്നു. പക്ഷേ ഇന്നലെ ഞാൻ മെക്ഡൊണാൾഡ്സിൽ നിന്നും കഴിച്ച ബർഗറും കൊള്ളായിരുന്നു. എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഒരു സംഭവം ഇവിടെ ഉണ്ടായതുകൊണ്ട് മെക്ഡൊണാൾഡ്സിൽ നല്ല കട്ട കോമ്പറ്റീഷൻ ആയിരിക്കും. കാരണം ഇപ്പം നമ്മുടെ ഇപ്പം യൂറോപ്പിലൊക്കെ ഇപ്പോൾ കോഫി ഷോപ്പ് ഉണ്ടായതുകൊണ്ട് കോഫി ഷോപ്സൊക്കെ നോർമലി ഇവർക്ക് ഭയങ്കര കോഫി ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ട് തന്നെ ഈ ചില സ്ഥലങ്ങളിലൊന്നും ഈ സ്റ്റാർബക്സിന് ഇവിടെ യൂറോപ്പിൽ മെയിൻലി സ്റ്റാർബക്സിനെ ഒന്ന് സർവൈവ് ചെയ്യാൻ അത്രയും ഫ്ലറിഷ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം അവർ ഇവിടെ അവരുടെ ഒതൻറ്റിക് ആയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ എനിക്ക് തോന്നുന്നു ഇപ്പം സ്വീഡനിൽ ഇപ്പോൾ ഈ സാധനം മാക്സ് എന്ന് പറഞ്ഞ സാധനം കുറച്ചുകൂടി ഒതൻറ്റിക് ആയിട്ട് സാധനം ഉണ്ടായതുകൊണ്ട് അവർക്ക് അത്രയും കോമ്പറ്റീഷൻ കൊടുത്താലേ ഇവിടെ പിടിച്ച് നിൽക്കാൻ പറ്റുള്ളൂ, അത്രയും സെയിൽസ് പിടിച്ച് വെക്കാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നണം. അതുകൊണ്ട് ആ ഒരു ക്വാളിറ്റി ഇന്നലെ എനിക്ക് കിട്ടിയത് ഇവിടുത്തെ നല്ല ക്വാളിറ്റി ആയിരുന്നു. അത്യാവശ്യം അവകാഡോ ഒക്കെ വെച്ചിട്ട് നല്ല സ്പൈസി ആയിട്ടുള്ളൊരു ബർഗറായിരുന്നു. എന്തായിരുന്നു കൊള്ളായിരുന്നു. അപ്പോൾ ഞാനപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുവാണ് സംഭവം. ഇപ്പം ഇനിയിപ്പോൾ ഇന്നിപ്പോൾ റൂമിൽ പോകണം, കാലൊക്കെ വേദനയായി തുടങ്ങി. ഇപ്പം സ്കെച്ചേഴ്സിൻ്റെ ഷൂ ആണ് ഇട്ടത്, എന്നാലും ഒരു പരിധി ഉണ്ടല്ലോ, കാല് നടന്ന് മൊത്തം വേദനയായി തുടങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും കാണട്ടെ സംഭവം അതെല്ലാം. പിന്നെ നമ്മളെ ഇനി വരാൻ പോകുന്ന വീഡിയോസ് നമ്മൾ ഒരുപാട് ഇനിയിപ്പം ട്രാവലൊക്കെ ഇഷ്ടം പോലെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ഇപ്പോൾ നാളെ ഞാനിപ്പം ബാക്കിയുള്ള സ്ഥലങ്ങൾ ഇവിടുത്തെ മറ്റേ ഫെറി കയറി പോകുന്ന ചെറിയ ഫെറി കയറി പോകുന്ന സെറ്റപ്പൊക്കെ ഉണ്ട്, അവിടെയൊക്കെ പോയി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഒന്ന് ഓൾഡ് ടൗൺ ഒന്നും കൂടെ അവസാനമായിട്ടൊന്ന് കറങ്ങി, പിന്നെ നാളെ ഈവനിങ് ആണ് എൻ്റെ ഫ്ലൈറ്റ്. അപ്പോൾ അതൊക്കെ ഉണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ആ ബെല്ലേക്കും കൂടി ഞെക്കിക്കോണം. പിന്നെ ഇതിന് മുമ്പത്തെ വീഡിയോസ് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ മുകളിൽ കൊടുത്തേക്കാം, നിങ്ങളത് പോയി കണ്ടിട്ട് വരാം. എന്തായാലും ബാക്കി ഒരു സീരീസ് പോലെ ഞാനിപ്പോൾ എല്ലാ ട്രാവൽസും ഒരു സീരീസ് പോലെ ചെയ്യാം. അപ്പോൾ ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ. ബൈ.